Hi friends, welcome back. Realme UI 2.0 വരാൻ പോവാണ്. നമുക്കറിയാം. അതിന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ റോഡ് മാപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ഡിവൈസുകളിലേക്ക് ആദ്യം എത്തും, അവസാനം ഏത് ഡിവൈസിലേക്കാണ് പോകുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഐക്കാർഡിലുണ്ട് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുണ്ട്, കണ്ടു നോക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് മേജറായ ചേഞ്ചസ് ഈ ഒരു ഫോണിനകത്ത് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്നുള്ളതാണ്. സോ നേരെ വീഡിയോയിലേക്ക്. ഹായ്, അപ്പോൾ Realme UI 2.0 വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ കമ്പനി പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ ഗ്ലോബൽ തീം തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ടോൺ ചെയ്യാം. അതായത് ഇതിൻ്റെ കളറുകൾ നമുക്ക് സാധാരണ ഒരു ഫോണിൻ്റെ UI ആണെങ്കിൽ ആ UIയുടെ കളർ നമുക്ക് എന്തായാലും മാറ്റാൻ പറ്റില്ല. ബട്ട് ഇവരുടെ ഫോണിൽ നമുക്ക് UI അടക്കമുള്ള കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ കളർ, മെയിൻ ഇൻ്റർഫേസ്, അതേപോലെ ഷോർട്ട് കട്ട് ബട്ടണുകളുടെ അടക്കം സകലത്തിൻ്റെയും കളറുകൾ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിമറിച്ചൊക്കെ ചെയ്യാം. 5 കളർ സ്കീമും 10 സിംഗിൾ കളറുകളും ഒക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേത് കളർ ടോൺ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ഈ നോട്ടിഫിക്കേഷൻ ഷെയ്ഡിനും മറ്റും ഒക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ Realme 2.0 വരുമ്പോൾ റിയൽമിയുടെ UI എന്താണ് അത് തന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതിൻ്റെ സിസ്റ്റം ലോഞ്ചറിൽ തന്നെ നമുക്ക് ഈ മാറ്റങ്ങളൊക്കെ വരുത്താൻ സാധിക്കും. എന്നുവെച്ചാൽ ഒരു കസ്റ്റം ലോഞ്ചർ എടുക്കാതെ തന്നെ നമുക്ക് ഇതിനകത്ത് തന്നെ വേണ്ടുന്ന കസ്റ്റമൈസേഷൻ എല്ലാം, കളർ ചേഞ്ചുകളെല്ലാം വരുത്താൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മേജർ ഓപ്ഷൻ അവർ വെക്കുന്നത് ഈ ഒരു കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഐക്കൺ കസ്റ്റമൈസേഷൻ ആണ്. ഓൾറെഡി ജസ്റ്റ് ഐക്കണിൻ്റെ സൈസ് കുറയ്ക്കുക മാത്രമല്ല, ഇതിനകത്തുള്ള ഫോണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സെപ്പറേറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അതായത് നമുക്ക് ഈ ഒരു ഐക്കൺ കസ്റ്റമൈസേഷനിലൂടെ വന്നു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഐക്കണുകൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഇതിനകത്തുള്ള ഐക്കണിൻ്റെ സൈസ് മാറ്റുക മാത്രമല്ല, തേർഡ് പാർട്ടി ഐക്കണുകൾ എടുത്ത് ഫോണ്ട് പാക്കേജ് എടുത്ത്, അതായത് ഫോണ്ടുകളുടെ ഫോണ്ട് സൈസും അല്ലെങ്കിൽ ഫോണ്ട് സ്റ്റൈലും ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതും ഇതിനകത്തേക്ക് കയറ്റി പല തരത്തിലുള്ള ഫോണ്ടിലും സ്റ്റൈലിലും ഒക്കെ നമുക്ക് ഐക്കണുകളെ മാറ്റാൻ സാധിക്കും. സൈസ് സാധാരണ കാണുന്ന പോലെ ജസ്റ്റ് സൈസ് മാത്രം കസ്റ്റമൈസ് ചെയ്യുന്ന ഓപ്ഷൻ അല്ല. ഓൾറെഡി ഞാൻ പറഞ്ഞു, കളർ മാറ്റാം. അതുപോലെ തേർഡ് പാർട്ടി ഫോണ്ടുകളും മറ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഫോൺസിനൊക്കെ മൊത്തത്തിൽ ആ ഒരു ഐക്കൺസിനെ മൊത്തം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പോലെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഡാർക്ക് മോഡിൽ തന്നെ 2-3 തരം ഡാർക്ക് മോഡാണ് കൊണ്ടുവരുന്നത്. ഒന്ന് എൻഹാൻസ്ഡ് എന്ന് പറയുന്ന മാക്സിമം സെറ്റപ്പും, രണ്ടാമത്തേത് മീഡിയം, പിന്നെ ഒരു ജെന്റിൽ, അങ്ങനെ ഒരു 3 ടൈപ്പിലാണ് ഡാർക്ക് മോഡ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 3 സ്റ്റൈൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പല സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ തന്നെയും ആംബിയൻ്റ് ലൈറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഒരു സെറ്റപ്പ് ഓട്ടോമാറ്റിക്കലി മാറി വരുന്ന തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 രീതിയിൽ ഡാർക്ക് മോഡിനെ ഇവർ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടെന്നാണ് പറയുന്നത്. സോ നിങ്ങൾക്ക് ഡാർക്ക് മോഡ് ഇതുവരെ കണ്ട പോലെ ഒരു ഡാർക്ക് മോഡ് ഒറ്റ സെറ്റ്, അത് രാത്രിയായാലും പകലായാലും അങ്ങനെയല്ല, പല കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ പല സിറ്റുവേഷൻ അനുസരിച്ച് ലൈറ്റിങ്ങിനനുസരിച്ച് ഈ ഡാർക്ക് മോഡിൻ്റെ സ്ട്രെങ്ത്തും കൂടിയും കുറഞ്ഞും മാറിയും ഒക്കെ നമുക്ക് വ്യത്യസ്തമായ രീതികളിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഡാർക്ക് മോഡിനെയും ഒരു ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ജസ്റ്റ് നമ്മളിപ്പോൾ ഇതുവരെ കാണുന്നത് ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, അതിൽ നമുക്ക് ക്ലോക്ക്, കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കാണാൻ സാധിക്കുന്ന അത്രയും മാത്രമേ ഉള്ളൂ. അത് നോർമൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മൾ എല്ലാ ഫോണുകളിലും കാണുന്നതാണ്. ബട്ട് ഇവിടെ അവരതിനെ ചേഞ്ച് വരുത്താണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ഇനി മുതൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. അതായത് മെയിനായിട്ട് പറയുന്നത് ഇതിൻ്റെ ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക്, അനലോഗ് ക്ലോക്ക്, അതൊക്കെ നമുക്ക് പല തരത്തിലുണ്ട്. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റി യൂസ് ചെയ്യാൻ സാധിക്കും. ടെക്സ്റ്റ്, ഇമേജ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ടെക്സ്റ്റ് ഓൺലി മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ടെക്സ്റ്റ് ഓൺലി ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. പാറ്റേൺ ഒരുപാട് നമുക്ക് ആഡ് ചെയ്ത് പാറ്റേൺ അടക്കമുള്ള ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ പാറ്റേൺ, ടെക്സ്റ്റ്, ഇമേജസ്, അങ്ങനെ അനലോഗ് ക്ലോക്ക്, ഡിജിറ്റൽ ക്ലോക്ക് പല തരത്തിൽ മാറ്റി നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിലും ഇതിൻ്റെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമുക്ക് കുറച്ചും കൂടി വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. സോ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് 15,000 രൂപ താഴെയുള്ള ഫോണുകൾ, അതായത് അമോലെഡ് ഇല്ലാത്ത ഫോണുകളിൽ ഇത് വലിയ യൂസ് ആവാൻ പോകുന്നില്ല. അമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലായിരിക്കും ഇത് കുറേ കൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് അമോലെഡ് ഡിസ്പ്ലേ ഉള്ള ഫോണുകളിലായിരിക്കും. ഇനി തേർഡ് പാർട്ടി ലോഞ്ചറുകൾ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇവരുടെ ഈ ഒരു UIനെ മാറ്റിയിട്ടുണ്ട്. അതായത് Realme UI 2.0 വരുമ്പോൾ അതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ലോഞ്ചറുകൾ കുറേ കൂടി അഗ്രസീവായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ പറഞ്ഞ കസ്റ്റമൈസേഷൻ ഒന്നും നിങ്ങൾക്ക് പോരാ. നിങ്ങൾക്ക് അല്ലെങ്കിൽ നോവ ലോഞ്ചറോ അല്ലെങ്കിൽ ആപ്പസ് ലോഞ്ചറോ പോലത്തെ ഏതെങ്കിലും വേറെ ലോഞ്ചറുകൾ വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു ലോഞ്ചർ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഫിറ്റാക്കി ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പ്രൈവസിയുടെ കാര്യത്തിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സെക്യൂരിറ്റി ഭാഗത്തും കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ്സ്. അതിലേക്ക് വരുമ്പോൾ ഒന്നാമത്തെ കാര്യം ഇൻവിസിബിൾ ഡോർ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സംവിധാനം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷനൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി അവർക്കൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ഡാറ്റയായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എത്രത്തോളം എഫക്റ്റീവ് ആകും, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. ബട്ട് ഇൻവിസിബിൾ ഡോർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ അവരുടെ സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു ഫീച്ചറാണ്. ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്ററായ ഒരു പ്രൈവസി പ്രൊട്ടക്ഷൻ നമുക്ക് ഇതിലൂടെ കിട്ടിയേക്കാം.
ഇനി അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്രൈവറ്റ് സേഫ്. നമ്മൾ പല ഫോണുകളിലും കാണാറുണ്ട്. ഷവമി ഫോണിലാണെങ്കിൽ സെക്കൻഡ് സ്പേസ്, ഒരു സെപ്പറേറ്റ് സ്പേസ് നമുക്ക് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്ട് ചെയ്യാം. അതേപോലെ സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞൊരു സാംസങ് ഡിവൈസുകൾ കാണാം. റിയൽമിയിൽ നമുക്ക് പ്രൈവറ്റ് സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഫീച്ചർ അവൈലബിൾ ആണ്. ഇപ്പോൾ അതിൻ്റെ കുറേ കൂടി ഇംപ്രൂവ്ഡ് ആയ ഒരു സെറ്റപ്പാണ് ഈ പ്രൈവറ്റ് സ്പേസ് എന്നതിൻ്റെ ഇംപ്രൂവ്ഡ് വെർഷനായിട്ട് നമുക്ക് മുമ്പിലേക്ക് എത്താൻ പോകുന്നത്. സ്പെഷ്യൽ പാസ്വേഡ് ഇട്ടുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷനുകളെയും ഫയൽസിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ആ ഒരു പാസ്വേഡ് അറിയുന്നവർക്ക് മാത്രമാണ് ആ ആപ്ലിക്കേഷനുകളും ആ ഫയൽസും നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു റിയൽ ലൈഫ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് വരും ദിവസങ്ങളിൽ അതിൻ്റെ UI 2.0 അപ്ഡേറ്റ് നമ്മുടെ ഫോണിലേക്ക് കിട്ടുമ്പോൾ നമുക്ക് പറയാം. ബട്ട് അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ കിട്ടുന്ന ലക്ഷണമില്ല. അതിൻ്റെ റോഡ് മാപ്പ് പ്രത്യേകം നോക്കുക, അല്ലെങ്കിൽ അത് ഏതൊക്കെ ഡിവൈസുകളിലേക്കാണ് ആദ്യം വരുന്നതെന്നുള്ള ലിസ്റ്റാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ലിങ്ക് വഴി പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഇത് കൂടാതെ മൊത്തത്തിലൊരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് Realme UI ഓൾറെഡി സ്മൂത്താണ്. നമ്മൾ യൂസ് ചെയ്തിട്ട് പലപ്പോഴും പറഞ്ഞിരുന്നത് വളരെ സ്മൂത്തായ ഒരു UI ആണ്. ബഗ്സ് ഉണ്ട് കേട്ടോ, ബഗ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, കോളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മൊത്തം സ്ക്രീനിൽ ഒന്നും വരാതെ സൗണ്ട് മാത്രം കേൾക്കുന്ന അവസ്ഥ, അങ്ങനത്തെ ബഗ്സുകൾ കുറേ ഉണ്ട്. ബട്ട് എങ്കിലും ഓവറോൾ സ്മൂത്തായ ഒരു ഇൻ്റർഫേസ് ആണ് Realme UI. അപ്പോൾ അതിനകത്ത് ഇനിയും കുറേ കൂടി ബെറ്ററായ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഓവറോൾ ഇത്രയും ആവും തന്നെ ഒരു സെറ്റായ ഒരു ഓവറോൾ പെർഫോമൻസ് തന്നെ മൊത്തത്തിൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ Realme UI 2.0 നിങ്ങളുടെ റിയൽമി ഫോണുകളിൽ ഒരു പുതിയ അനുഭവമായിട്ട് തന്നെ മാറുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ ഓവറോൾ സ്മൂത്ത്നെസ്സും കസ്റ്റമൈസേഷനും ഒക്കത്തിനും പുറമെ ഈ ഒരു Realme UI 2.0 എന്ന് പറയുന്നത് Android 11 ബേസ് ചെയ്തുകൊണ്ടാണ്. സോ ആ ഒരു Android 11ൻ്റെ ഫുൾ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഭാഗത്തൊക്കെ വരും. Android 11ൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയ നല്ല കാര്യങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജിൻ്റെ ഒക്കെ ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. Prathapgtechൽ നമ്മളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരും. അതായത് നോർമലി Realme UI 2.0 വരുമ്പോൾ ഇവരുടെ കസ്റ്റമൈസേഷൻ മാത്രമല്ല Android 11ൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഭാഗങ്ങൾ വരിക. അതായത് മെസ്സേജ് പിന്നിങ്ങും മെസ്സേജ് ഗ്രൂപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് അവിടെ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുമെന്നാണ് പറയുന്നത്. എത്രത്തോളം എഫക്റ്റീവായിട്ടുണ്ടാവും എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഡിജിറ്റൽ വെൽബീയിങ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഹെൽത്ത് എന്നുള്ള Android 11ൻ്റെ ഫീച്ചറിന് പുറമെ അതിനകത്ത് ഒരുപാട് കൺട്രോളും കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഇതിനകത്ത് എന്തായാലും ഉണ്ടാകും, കാരണം ഇത് Android 11 ബേസ്ഡ് ആണ്. അപ്പോൾ അത് കൂടാതെ ഈ ഒരു സ്ലീപ്പ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു സംവിധാനവും ഇവർ ഏർപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഉറക്കം കുറേ കൂടി ബെറ്ററായിട്ട് മോണിറ്റൈസ് ചെയ്ത് നമുക്ക് നല്ല ഉറക്കം തരാൻ വേണ്ടിയുള്ള സംവിധാനവും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് Realme ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ റോൾ ഔട്ട് ടൈമും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് ലേറ്റ് ആവുന്ന ലക്ഷണമാണ് നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് വരുമ്പോൾ. അതായത് ലേറ്റ് ആയാലും ഈ ഒരു നമ്മുടെ ഡിവൈസുകളിലേക്ക് ഇത് കിട്ടുമ്പോൾ കുറച്ച് വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും Realme ഫോണുകൾ നമ്മളെ കാത്തിരിക്കുന്നത്. സോ ഈ ഒരു Realme UI 2.0 വരുമ്പോൾ എനിക്ക് തോന്നുന്നു MIUI 12 ആ ഒരു സംഗതിയെ ബീറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഏറ്റവും ഫീച്ചർ റിച്ച് എന്ന് പറയുന്നത് ഷവമിയുടെ MIUI ആണ്. അപ്പോൾ അതിനെയും കടത്തി വെട്ടാനുള്ള ശ്രമമാണ് Realme UI 2.0 വരുമ്പോൾ നമ്മൾ കാണുന്നത്. നിങ്ങൾക്കെന്ത് തോന്നുന്നു ഈ കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ? ഈ Realme UI 2.0 പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്മൂത്തായിട്ട് നമ്മളിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷവമി UI അല്ലെങ്കിൽ MIUI എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തിന് നല്ല ശക്തനായ ഒരു കോമ്പറ്റീറ്ററായിട്ട് മാറില്ല ഈ Realme UI 2.0. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാൻ മുട്ടാം. ബൈ.